വെൽക്കം ബാക്ക് ടു യൂഷ്വൽ സൈക്കോ. അപ്പോ ബിഗ് ബോസ് സീസൺ 6 മലയാളം പരിപാടി നല്ല ഗംഭീരമായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പല കോൺട്രവേഴ്സീസ് ഇതിന്റെ പേരിൽ പുറത്ത് കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നത് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. സോ അതിനകത്ത് ഈ ഒരാഴ്ച ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് വരുന്ന ഒരു കോൺട്രവേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിൻ എന്ന് പറയുന്ന വ്യക്തിയെ DJ സിബിനെ പുറത്താക്കിയതിന്റെ പേരിലുള്ള കുറച്ച് കോൺട്രവേഴ്സീസ്. പിന്നെ പൂജ ഈ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നു. പൂജ വന്നതിന്റെ കാര്യം, പൂജയ്ക്ക് ഫിസിക്കലി പൂജ ഫിറ്റ് അല്ല, പൂജയ്ക്ക് നടുവിനൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പൂജ വെളിയിൽ വന്നത്. സോ ഇന്നലെ രണ്ടുപേരും നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നൈയിൽ നിന്ന് തിരിച്ചു വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പൂജയുടെ കുറെ ബൈറ്റുകളൊക്കെ ഈ മീഡിയാസ് പോയി എടുത്തതൊക്കെ സോഷ്യൽ മീഡിയ ലൈക്ക് മെയിൻലി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇന്നലെ വന്ന് ചാടിയ നമ്മുടെ സിബിന്റെ കുറച്ച് ബൈറ്റുകളും കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ സിബിൻ ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു കുറച്ച് കാര്യങ്ങൾ സിബിൻ അത് നല്ല സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. പുള്ളി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും പുള്ളി എന്ന് പറയുന്ന വ്യക്തിയെ, സിബിൻ എന്ന് പറയുന്ന വ്യക്തിയോട് കുറെ ആളുകൾക്ക് സ്നേഹം വന്നിട്ടുണ്ട്. അത് കൂടാതെ ചില ആളുകൾക്ക് ഒരു 50-50 വേണമെങ്കിൽ പറയാം, കുറെ ആളുകൾക്ക് സിബിൻ എന്ന് പറയുന്ന വ്യക്തിയോട് നെഗറ്റീവും തോന്നിയിട്ടുണ്ട്. അത് തോന്നാനുള്ള കാരണങ്ങൾ പുള്ളി ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. മെയിൻലി കുറച്ച് പോയിന്റ്സ് ഉണ്ട് പുള്ളി പറഞ്ഞതിനകത്ത്. അത് ആളുകൾക്ക് അത്ര ദഹിച്ചിട്ടില്ല. എനിക്കും ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് ആലോചിക്കുകയും വേറെ കുറച്ച് വീഡിയോസും ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി പറഞ്ഞതിനകത്ത് കുറെ കാര്യങ്ങൾ ദ ബെസ്റ്റ് ആണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പുള്ളി പറയുന്നുണ്ട്. ഞാനത് വ്യക്തമാക്കി തരാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇന്റർവ്യൂ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. പുള്ളി ഇന്നലെ കൊടുത്തൊരു ചെറിയൊരു കുറച്ച് ബൈറ്റ്സ് ആണ്. ഒന്ന് ഞാൻ സൈഡിൽ വെക്കാം, ഒന്ന് കാണുക. മനുഷ്യന്മാര് വിഷമം വരുമ്പോ കരയൂലേ, അങ്ങനെ കരഞ്ഞു, വിഷമം പോയി. ആര്യ ബെഡ ബംഗ്ലാവിലെ ആര്യ ഒരു പോസ്റ്റ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ ആവുന്ന പറഞ്ഞാ പോകണ്ടത്. അല്ല, അത് വേറെ കോൺടെസ്റ്റ് പറഞ്ഞാണ്. അങ്ങനെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് വേറൊരു കോൺടെസ്റ്റ് പറഞ്ഞാണ്, അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ശരിക്കും ബിഗ് ബോസിൽ സിബിചേട്ടൻ വന്നതിന് ശേഷമാണ് കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ ഈ കളി മാറിയ സമയത്ത് പുറത്തേക്ക് പോണത്, ഞാൻ പറയട്ടെ, ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. ഞാൻ ഇപ്പോഴേ പറയാം, പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്തായാലും പുറത്ത് പോകണമെന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല. ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത്, നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ, നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ചേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നുമല്ല. ഇല്ല, ഞാൻ ക്വിറ്റ് ചെയ്തതല്ല ഷോ. അല്ല, പുറത്ത് വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. നമുക്ക് ഇനി സംസാരിക്കാം, കുറച്ചുകൂടെ ലേറ്റസ്റ്റ് സ്റ്റേജ് സംസാരിക്കുന്നതല്ലേ നല്ലത്. കുറച്ചുകൂടെ സിബിൻ ലേറ്റസ്റ്റ് സ്റ്റേജിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സംസാരിക്കുക അതിനെ പറ്റി എന്നാണ് പറഞ്ഞിട്ട് ലാസ്റ്റ് പോകുന്നത്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ എന്താ പറയുന്നത്. അത് പറയാനുള്ള ഒരു കാരണം, പുള്ളി പിന്നെ പറയാനുള്ളതിന്റെ കാരണം അവിടുന്ന് നല്ല നിർദ്ദേശങ്ങൾ കൊടുത്താണ് വിട്ടിരിക്കുന്നത്. പുറത്തു പോയി ഒന്നും സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു പരിധിയിൽ കൂടുതൽ സിബിനൊന്നും പറയാത്തത്. പക്ഷെ അതിനകത്ത് എല്ലാവരും ഈ പറയുന്ന കുറെ ആളുകള് പോയിന്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം, സിബിൻ തന്നെ അവിടെ കരഞ്ഞു കൂവി. ഞാനും കണ്ടിട്ടുണ്ട് സിബിൻ കരഞ്ഞു കൂവി അതിനകത്തൂടെ ഫുള്ള് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത്. അതായത് എന്നെ പുറത്തു വിടണം, എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ എന്നൊക്കെ പറയുന്ന ഒരു സിബിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ സിബിൻ ഇപ്പൊ വന്ന് പറയുന്നുണ്ട്, ഞാൻ ക്വിറ്റ് ചെയ്യണം, ഈ വീട്ടിൽ നിന്ന് വെളിയിൽ പോകണം എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അത് സിബിൻ പറയുന്നതും നമ്മൾ കണ്ടതും രണ്ടും കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സിബിൻ പറഞ്ഞത് തെറ്റല്ല, അല്ല തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ഫസ്റ്റ് കാര്യം, നമ്മൾ അവിടെ കണ്ടത് സിബിന്റെ അവസ്ഥ, ലൈക്ക് സിബിൻ ആകെ മെന്റലി ഡൗൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് സിബിന് പുറത്ത് വരണം എന്നുള്ളൊരു സാധനം സിബിന് തോന്നി. സിബിൻ തന്നെ അത് പറയുന്നുണ്ട്, ഞാൻ മെന്റലി വീക്ക് ആയിരുന്നു, അപ്പൊ എനിക്ക് അതിനകത്തൊന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു സാധനം സിബിന് തോന്നി. സിബിന് അതുകൊണ്ടാണ് അവിടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ട് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ജനങ്ങളോടെന്നുള്ള രീതിയിലല്ല പുള്ളി പറയുന്നത്. പുള്ളി ബിഗ് ബോസിനോട് പറയാണ്, എനിക്ക് ഇവിടുന്ന് പോകണം, എനിക്ക് ഇവിടെ മടുത്തു എന്നുള്ളൊരു സാധനം പറയാണ്. അത് പുള്ളി പറയാനുള്ള ഒരു കാരണം ഇതിനു മുമ്പ് നമ്മളും കണ്ടിട്ടുണ്ട്. സിബിൻ ഉള്ളിൽ പോകുന്നതിന്, ബിഗ് ബോസ് ഹൗസിലേക്ക് ചെല്ലുന്നതിന് മുന്നേ സിബിനും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ജാസ്മിൻ ആണെങ്കിലും നമ്മുടെ ഗബ്രി ആണെങ്കിലും ചപ്രികൾ അവിടെ കിടന്നുകൊണ്ട് എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുള്ള സീനുകൾ കാണിക്കുന്ന നേരത്ത് ബിഗ് ബോസ് അവരെ രണ്ടുപേരെയും സൈക്കോളജിസ്റ്റിന്റെ അടുക്ക് കൊണ്ടുപോയി കുറച്ചു നേരം മാറ്റിയിരുത്തി ഒന്ന് ഓക്കെ ആക്കിയതിനു ശേഷം തിരിച്ചവരെ ഇൻസൈഡ് അകത്തേക്ക് വിടും. ഇതാണ് സത്യം പറഞ്ഞാൽ അവിടെ കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സിബിൻ എന്തായിരിക്കും വിചാരിച്ചിട്ടുള്ളത്, സിബിന് മെന്റലി ഭയങ്കര ഡൗൺ ആണ്. സോ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ സിബിനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു 1-2 ദിവസം മാറ്റി വല്ലതും നിർത്തി, ഇല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു കൺസൾട്ടൻസ് ഒക്കെ പുള്ളിക്ക് എന്താ കുറച്ചുകൂടെ പുള്ളി ബെറ്റർ ആക്കും. ഒരു സൈക്കോളജി കൺസൾട്ടന്റ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് പുള്ളി കുറച്ചുകൂടെ ബെറ്റർ ആകുമെന്ന് പുള്ളി വിചാരിച്ചു കാണും. സോ അതുകൊണ്ടാണ് പുള്ളിക്ക് പുറത്തു പോകണമെന്ന് പുള്ളി പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷം അവിടെ ബിഗ് ബോസ് പുള്ളിയെ ഡയറക്റ്റ് പുറത്തേക്ക് അങ്ങ് മാറ്റി, ലൈക്ക് ഇനിയും ബിഗ് ബോസിലേക്ക് പോകണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോയിരുന്നു. തിരിച്ചൊരു ഒരു സൈക്കോളജി ഒരു കൺസൾട്ടൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം പുള്ളിയെ തിരിച്ചകത്തേക്ക് കയറ്റും എന്നുള്ളൊരു പരിപാടി അവിടെ നടന്നില്ല. സത്യം പറഞ്ഞാൽ അതാണ് അവിടെ
സിബിന് മടി കിട്ടിയത്. സിബിൻ വിചാരിച്ചു ചിലപ്പോൾ അങ്ങനെയൊക്കെ പോയി ചിലപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാനും ഓക്കെ തിരിച്ചു വന്ന് പിന്നെയും കളിക്കാന്നായിരിക്കും സിബിൻ വിചാരിച്ചത്. പക്ഷെ അവിടെ അത് നടന്നില്ല. അത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ക്രൂ മെമ്പേഴ്സിന്റെ ഒരു വൃത്തികെട്ട ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം സിബിൻ അങ്ങനെ മെന്റലി ഡൗൺ ആവാനായിട്ടുള്ള കാരണവും നമുക്കറിയാം. ലാലേട്ടൻ വന്നു, മാക്സിമം തളർത്താവുന്നതിന്റെ മാക്സിമം ചെറുക്കനെ തളർത്തി. അങ്ങനെ തളർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് എല്ലാവരോടും കാണിക്കണമെന്നേ ഉള്ളൂ. ഇവിടെ ജാസ്മിനും ഗബ്രിയും ഒന്നും പലതും കാണിച്ചപ്പോഴൊന്നും ഇവിടെ ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു. നമ്മുടെ സിബിൻ എന്ന് പറയുന്ന വ്യക്തി കൈകൊണ്ട് എന്തോ ഒരു പരിപാടി കാണിച്ചു, നല്ല കാര്യമാണെന്നല്ല പറയുന്നത്, പക്ഷെ അത് കാണിച്ചപ്പോഴത്തേക്ക് അങ്ങ് പൊട്ടി. ലാലേട്ടൻ ജസ്റ്റ് ഒരു ആങ്കർ ആണ്. ആ ബിഗ് ബോസ് ഉള്ളിലുള്ള ടീമുകൾക്ക് ഇത് വാല്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അതങ്ങ് പൊട്ടി. അത് മാത്രം ജാസ്മിനും ഗബ്രിയും കാണിക്കുന്ന ഒരു പ്രശ്നമല്ല അവിടെ അല്ലെ. ജാസ്മിൻ പല വാക്കുകൾ തെറി അല്ലാതെ കുറെ വാക്കുകൾ ചൊട്ടാക്കിട്ട് അങ്ങനെ എന്തൊക്കെയോ അവള് വാക്കുകൾ ഉപയോഗിക്കുന്ന നമ്മൾ കേൾക്കാറുണ്ട്. അതൊന്നും ഒരു തെറ്റല്ല, അതൊന്നും കുട്ടികളെ ബാധിക്കത്തോ ഒന്നുമില്ല. ഇവൻ സിബിൻ ഒരു കൈ കൊണ്ട് രാഗ്യം കാണിച്ചപ്പോഴത്തേക്ക് അത് വലിയ പ്രശ്നം. അത് വെറും വൃത്തികെട്ട ഒരു പ്ലാനിങ് ആണ്. ഇനി ബാക്കിയും കൂടെ കാണും, എന്നിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് മെയിൻ ആയിട്ട്. അത് ബാക്കിയും കൂടെ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതാണ് അതിന്റെ ഒരു, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് കാണിക്കുന്നതിനൊരു അർത്ഥമില്ലാതായി പോകും. ബാക്കി കാണുക നല്ലത് കുറച്ചുകൂടെ പുറത്ത് വരാതിരിക്കാൻ അതിനകത്ത് തന്നെ നിൽക്കാൻ ശ്രമിച്ചിരുന്നു. ഞാൻ നമ്മള് ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ, നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറെ സ്റ്റെപ്പ് പ്രോസസ് ഒക്കെ ഇല്ലേ. അപ്പൊ ആ പ്രോസസ് ഞാൻ ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറയാം. നമ്മളിങ്ങനെ ക്വസ്റ്റൻ ആൻസർ ചെയ്ത് ഒരുപാട് സമയം പോകും. ബേസിക്കലി ഞാനൊരു എന്റർടൈനർ ആയിരുന്നല്ലോ. എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ധർമ്മം. അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ലാൽ സാറ് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വേദന ഉണ്ടാക്കി. അതായത് എന്റർടൈനർ അല്ലേ നമ്മുടെ തൊഴിൽ, അപ്പൊ എന്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക്, ഞാൻ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ, എന്റെ എന്റർടൈനിങ് കയ്യിൽ നിന്ന് പോയോ? അപ്പൊ അങ്ങനെ തോന്നിയപ്പോ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിന് ഞാൻ അതിനകത്ത് നിൽക്കണം എന്നുള്ള മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം. അപ്പൊ ആ തോന്നലൊന്ന് ഒരു പിന്നെ നമുക്ക് ഒരടിയല്ലല്ലോ, മെഷീൻ കണ്ണായിരുന്നില്ലേ. സത്യമല്ലേ? അതായത് ഒരു ഗെയിം ആണ് നടക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം പുറത്ത് ഒരുപാട് കേസുകളും പരിപാടിയൊക്കെ ഈ ബിഗ് ബോസിനെതിരായിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ. അപ്പൊ അതൊക്കെ വിടുക. എന്തൊക്കെയാണെങ്കിലും ഒരു പരിപാടിയിൽ ഒരു കണ്ടസ്റ്റന്റ് നിൽക്കുമ്പം ആ പരിപാടിയിലുള്ള ബാക്കി കണ്ടസ്റ്റന്റ്സ് ആ ഒരു വ്യക്തി, ഇപ്പൊ സിവിൻ എന്ന് പറയുന്ന വ്യക്തിയെ ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും വേറെ അവിടെയുള്ള ആരാണെങ്കിലും മാനസികമായി തളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം ഗെയിമിന്റെ സ്ട്രാറ്റജി. ഇത് ആ ബിഗ് ബോസിന്റെ ലൈക്ക് ആ ഒരു ടീമിലെ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി, അതിന്റെ ആങ്കർ, പുള്ളിക്ക് എന്തായാലും അതിന്റെ ഡയറക്ടറിനും ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് പുള്ളി ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ബാക്കിയുള്ളവരുടെ ആ ഒരു നമ്മുടെ സിബിനെ തളർത്താനായിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജി എവിടുന്ന് വന്നു? അത് ആർക്ക് വേണ്ടി? വേറെ കുറെ ആളുകളെ ഇതിന്റെ അകത്ത് എന്താ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്, സീരിയസ്ലി. കാരണം ഇല്ലെങ്കിൽ എന്തിന് അവിടെ ജാസ്മിനും ഗബ്രിക്കും ഒന്നും കിട്ടാത്ത അത്രയ്ക്ക് ഒരു സാധനം കൊണ്ടുവന്ന് സിബിന്റെ നെഞ്ചത്ത് വെച്ച് കൊടുക്കേണ്ട കാര്യം എന്താണ്? അത്രയ്ക്കും പുള്ളി തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, തുരുതുര വെടിയായിരുന്നു. ആ ഒരു അവസ്ഥയാണ് പുള്ളിക്ക് അവിടെ നേരിടേണ്ടി വന്നത്. മെന്റലി ആരാണെങ്കിലും ഡൗൺ ആവും. പുള്ളി വെളിയിൽ വന്ന് പറഞ്ഞ കേസ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, ഇൻക്ലൂഡിങ് അതാണെങ്കിൽ പോലും ആരാണെങ്കിലും പറയും എനിക്കിത് മാറി നിൽക്കണമെന്ന്. അപ്പൊ എന്തായിരിക്കും സിബിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും വിചാരിക്കുന്നത് എന്തായിരിക്കും അറിയോ? ഓക്കെ, ഞാൻ പുറത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടിയ അതേ ഒരു ഫെയർനെസ്, ഒരു സാധനം തന്നെ എനിക്ക് തരും ബിഗ് ബോസ്. അതായത് എന്നെ ഒന്ന് മാറ്റി നിർത്തി ഒരു കൗൺസിലൊക്കെ തന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആവും, എനിക്ക് തിരിച്ചു വന്ന് കളിക്കാം. ഇത് മനസ്സിലാക്കിയായിരിക്കും അയാൾ പറഞ്ഞത്. എന്നിട്ടും അവിടെയും പക്ഷാഭേദം കാണിച്ചു. വഴക്ക് പറയുന്ന കേസിലും പക്ഷാഭേദം കാണിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും വൃത്തികെട്ട ഒരു പരിപാടി ആയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം തന്നെ, ഞങ്ങളിപ്പം ഈ ഒരു റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവർ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാം, അറ്റ്ലീസ്റ്റ് നമുക്കൊരു കണ്ടന്റ് ആയി ചെയ്യാൻ. അതല്ലാതെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങള് എന്തിനിത് കണ്ട് അവരുടെ സമയം കളയുന്നു? ജനങ്ങളെ വരെ മണ്ടന്മാരാക്കുന്ന പരിപാടിയല്ലേ ഇതിനകത്ത് നടക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. സിബിന്റെ വായിൽ നിന്ന് അത് വീഴുന്നുണ്ട്. ബാക്കി നിങ്ങൾ വീഡിയോ കാണാം, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഈ ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത്? അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ അവരെ ഗെയിം കളിച്ചിട്ട് അവരെ വഴിക്കും. അപ്പൊ അവരുടെ പ്രണയം ഫേക്ക് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞെന്ന് തോന്നുന്നത് അവിടെ വെച്ചിട്ട് അല്ലേ. ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാണ്. നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി തന്നെയാണ്. നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി ജാസ്മിനും ഗബ്രിയും മാത്രമല്ല, ഈ ഒരു ഷോ തന്നെ നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. സീരിയസ്ലി എനിക്ക് അങ്ങനെയാണ് ഇത് കാണുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ ലൈവ് ഭയങ്കരമായിട്ടിരുന്ന് കാണുമായിരുന്നു, എനിക്ക് മടുത്തു തുടങ്ങി. പിന്നെ എന്റെ ഒരു കണ്ടന്റ് ഇതായതുകൊണ്ട് എനിക്കിത് ചെയ്യണമെന്നുള്ളൊരു സാധനം കൊണ്ട് ഞാൻ ചെയ്യുക. ചില സമയത്ത് ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ബോർ അടിച്ചിട്ട് എനിക്ക് പലത് പറയാൻ തോന്നുന്നില്ല. മടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ എടുത്ത് വെച്ചിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു പരിപാടി ചെയ്യരുത്. സത്യം പറഞ്ഞാൽ
പിന്നെ കണ്ടന്റ് ഇത് ചെയ്യേണ്ടത് കൊണ്ട് ചെയ്തു പോകുന്നു. എന്നാൽ ചില ദിവസങ്ങൾ സീരിയസ്ലി ഭയങ്കര ഡൗൺ ആയിട്ടായിരുന്നു ഞാൻ ചില ദിവസങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്നലത്തെ വീഡിയോ ആണെങ്കിലും എനിക്ക് തന്നെ രണ്ടാമത് കാണുമ്പോൾ ചിലപ്പോൾ പിടിക്കുന്നില്ല. കാരണം ഒന്നും പറയാനില്ല, എന്ത് പറയാനാ? ഡെയിലി ഇരുന്ന് ഇവരുടെ ജാസ്മിൻ ഗബ്രി ബിഗ് ബോസ് കാണിക്കുന്ന തെമ്മാടിത്തരം ഇത് തന്നെ ഉള്ളു പറയാൻ. അതായത് ഇപ്പൊ നല്ലൊരു ഗെയിം അവിടെ എന്തെങ്കിലും കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് സിബിൻ. ആ വ്യക്തിയെ എന്റെ എടുത്ത് തൂക്കി കളഞ്ഞു. അത് എന്തിനു കളഞ്ഞു? ജാസ്മിനും ഗബ്രിക്കും കളിക്കാൻ വേണ്ടി. എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത്, അവർക്ക് വേണ്ടി. ഇവരെന്താ നേരത്തെ മറ്റേ പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണോ ബിഗ് ബോസ് സീസൺ 6? അത് ജാസ്മിനും ഗബ്രി ഇവർക്ക് രണ്ടുപേർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് മതി എന്നുള്ള സാധനം സായി എന്ന് പറയുന്ന വ്യക്തിയൊക്കെ കൊണ്ടുവന്ന് എന്ത് തേങ്ങയ്ക്കാണ് സായി ഇരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കുറെ പേരൊക്കെ വന്ന് തെറിയൊക്കെ പറയുന്നത് ഞാൻ കേട്ടു, മറ്റേ പഴയ റിയാസും പരിപാടിയൊക്കെ വന്ന് ചുമ്മാ ആട്ടാണ് സീക്രട്ട് ഏജന്റിനെ, നമ്മുടെ സായി കൃഷ്ണനെ. ഞാൻ ആദ്യം വിചാരിച്ചു ഉമ്മാരൊക്കെ പൊട്ടന്മാർ, എന്തിനാണ് സായി പിന്നെ കളിക്കും? എന്ത് കളി? കുറച്ച് ദിവസമായി സായിയുടെ ഒച്ച പോലും കേൾക്കാനില്ല, ഒതുങ്ങി പോവാണ്. ജാസ്മിനെയും ഗബ്രിക്കും എനിക്ക് തോന്നുന്നു ജാസ്മിനും ഗബ്രിക്കും ഒരു ഹിന്റ് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നതാണ് സായിയെ. അല്ല പ്രത്യേകിച്ചൊന്നും വലുതായിട്ട് എനിക്ക് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി കാണും. ബിഗ് ബോസിന്റെ മൈൻഡ് ഗെയിമിൽ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം, അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. അതായത് ആ വീട്ടില് എനിക്കൊരു ഗെയിം, ബാക്കി 18 പേർക്ക് ഒരു ഗെയിം. ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട്. ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേൾക്കും, കാണും. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു മൈൻഡ് ഗെയിം പ്ലാൻ ചെയ്യണ്ടേ? ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ജാസ്മിനെ ഫേവർ ചെയ്യുന്നുണ്ട് തോന്നുന്നില്ല? അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായമില്ല. നാട്ടുകാരാണെന്ന പരിപാടിയല്ലേ ബ്രോ. ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടുവോ? ഏറെ കേട്ടില്ലേ? എങ്കിലും ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ ജാസ്മിനെ പറ്റി പറയുന്ന ഒരു ഇതാണ്. നിങ്ങൾക്ക് തോന്നിയോ? തോന്നി. അല്ല, ഈ സിബിൻ ചേട്ടൻ കാണിച്ചു എന്ന് പറയുന്ന സംഭവം ഒന്നും ഇവിടെ ആരും പ്രേക്ഷകർ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് പറയാം? അത് BCCL റൂൾ ഉണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടാ. ഞാൻ അതിനകത്ത് ചെയ്തതിന്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു. എനിക്ക് എന്താ പറയാ, ഊളെന്നോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാറോടാ. എന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ പ്രശ്നത്തിൽ ഞാൻ പുറത്തേക്ക് വിട്ടത് ആന്റിലൂടെയാണ്. അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ നല്ല വ്യക്തമായിട്ട് സിബിൻ അങ്ങ് ഏറ്റെടുത്തു. നമുക്കും പറയാനേ പറ്റത്തുള്ളൂ. അതായത് കൈകൊണ്ട് കാണിച്ച സിബിനോടെ വ്യക്തമായി സിബിൻ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പുറത്ത് ജനങ്ങളിലേക്ക് അറിഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടി പുള്ളി കാണിച്ചു എന്നുള്ളത്. കാരണം ആ ഒരു പരിപാടി കാണിക്കുമ്പോഴത്തേക്ക് കൈവച്ച ആ ഒരു സാധനം എന്റെ കയ്യിൽ നിന്ന് തന്നെ അറിയാതെ അത് കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു സാധനം കാണിക്കുമ്പോഴത്തേക്ക് ജാസ്മിനെയാണ് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത്. ഈ സിബിൻ കാണിക്കുന്ന പരിപാടിയെ അത് കാണിക്കുന്നില്ല. അത് കാണിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പിള്ളേരൊക്കെ കാണുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ BCCL റൂൾ ഉണ്ടെന്ന് സിബിൻ പറയുന്നുണ്ട്. ആ ഒരു സാധനം കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ സിബിൻ അത് സമ്മതിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സാധനം കാണിച്ചു എന്നുള്ളത്. സോ ഞാൻ പുള്ളിയെ റെസ്പെക്ട് ചെയ്യുന്നു. ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണിക്കും. തെറിയൊന്നും പറഞ്ഞില്ലല്ലോ. എത്രയോ പേര് അവിടെ തെറി പറയുന്നു, എത്രയോ പേര് തെറി പറയുന്നു. അതിനകത്തൊന്നും അതൊക്കെ പോട്ടെ, കൈകൊണ്ട് കാണിച്ചു, അത് ജനങ്ങളെ കാണിച്ചുമില്ല. എന്നിട്ട് അതിന്റെ പേരും പറഞ്ഞാൽ ചെറുക്കനെ കൊന്നു. എന്നിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങണം, അവനൊന്ന് മാറണം. അത് നേരത്തെ ഇവിടെ കാണിച്ചേക്കുന്ന അവിടെ പല ആളുകൾക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരാൾ കൊടുത്തിരിക്കുന്ന ഒരു ഫേവർ, പുറത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ വിളിച്ച് ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് ഓക്കെ ആയി തിരിച്ചകത്തേക്ക് വിടും. എന്തുകൊണ്ട് അത് സിബിന് മാത്രം? ആദ്യമേ ഒന്ന് വിളിച്ചു, ചെയ്തില്ല എന്നല്ല പറയുന്നത്. ആദ്യമേ വിളിച്ചു, ഒരു കൗൺസിൽ കൊടുത്ത് തിരിച്ചു കയറ്റി. പിന്നെയും ചെറുക്കന് പറ്റുന്നില്ല അവന്. എങ്ങനെ പറ്റും? അത്രയ്ക്കും നടത്തി. അവനപ്പോ പിന്നെ പോകണം എന്നുള്ളൊരു മൈൻഡ് വന്നവൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഒരു കൗൺസിൽ കൊടുത്ത് കയറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നടന്നില്ല. അവനും ആ ഒരു കാര്യത്തില്, കാരണം ഒരു തവണ കൗൺസിൽ കൊടുത്ത് കയറ്റിയാണ് 50. ഞാൻ പറഞ്ഞില്ലേ, സിബിന്റെ കയ്യിൽ ഒരു 80% അല്ലെങ്കിൽ 80% നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു 60-50 അങ്ങനെയാണ്. ബിഗ് ബോസ് ചെയ്തു, കൗൺസിൽ ചെയ്തു ആദ്യമേ. പിന്നെയും ചെറുക്കന് പറ്റുന്നില്ല. അവനെ ഒന്നുകൂടെ കൗൺസിൽ ചെയ്ത് വിടണം. അതവിടെ ചെയ്തില്ലല്ലോ. നേരെ അവനെ പുറത്തേക്ക് ഇറക്കുകയായിരുന്നു. അവനോട് ചോദിച്ചു കാണും. അപ്പം അവന് പോകണ്ടെന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിർത്തിയില്ല, അവിടെ അടിച്ചിറക്കി. കാരണം അവനൊരു വൈൽഡ് കാർഡ് എൻട്രി ആണ്. അവനിനിയും മതി, ഒരു വൈൽഡ് കാർഡ് എൻട്രി വന്ന ഒരാൾ ഇത്രയും കൊടുത്താൽ മതി എന്നുള്ളൊരു മൂടാണെങ്കിൽ എന്തിനാ അവനെ വിളിച്ച് അതിനകത്ത് കയറ്റി ഇത്രയും ദിവസങ്ങൾ ആ ചെറുക്കന്റെ അവിടെ കളഞ്ഞു? നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. സിബിന്റെ വായിൽ നിന്ന് ഇപ്പൊ ചെറുതായിട്ട് ഒരു കാര്യം സിബിൻ പറയുന്നത് നിങ്ങൾ കേട്ടോ? വേണ്ട, നിങ്ങൾ ബാക്കി കൂടെ കണ്ടു, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്വന്തമായിട്ട് തീരുമാനം എടുത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ വാക്കൗട്ട് ചെയ്തത് വാക്കൗട്ട് എന്ന് എനിക്കറിയില്ല. അതെങ്ങനെ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അതായത് ഡോക്ടർ നിർദ്ദേശം. നിങ്ങൾക്ക് തോന്നുന്ന അപ്പൊ ഇതിന്റെ ക്രെഡിബിലിറ്റി പോകില്ലട്ടാ. ഈ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് ഇതിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ല ഈ സംഭവം. ഞാൻ പറയട്ടെ, എനിക്കൊരു അഭിപ്രായമില്ല. ശരി തെറ്റുകളില്ല, റേറ്റിംഗേ ഉള്ളൂ. ആരോഗ്യ പ്രശ്നമില്ല എന്ന് പറയും. ഞാൻ പറയാം, നമ്മള് നമ്മുടെ ഫാമിലിനെ കണ്ടിട്ട് കുറച്ച് ദിവസം ഞാൻ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഞാൻ അവിടെ എന്താ ഇപ്പം വാക്കൗട്ട് ചെയ്തു ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാണെന്ന് പറയുന്ന അർത്ഥത്തില്
ഞാൻ കരയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ. ഞാൻ വിഷമം വന്ന മനുഷ്യർ കരയും. അപ്പൊ നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ വേണ്ട, നമുക്കൊരു റീഫ്രഷ് റീസെറ്റ് എന്നുള്ളൊരു ആവശ്യമുണ്ട്. ആ റീഫ്രഷ് റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ സ്വാഭാവികമായിട്ടും കൺഫെഷൻ റൂം ആണെങ്കിലും ഇതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ്. അപ്പോൾ എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഗെയിമർ എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അപ്പൊ സിബിൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം ഡോക്ടർ പറഞ്ഞു, അതായത് സിബിൻ മെന്റലി ഫിറ്റ് അല്ല, സോ സിബിൻ പുറത്തേക്ക് പോകണം എന്നുള്ള രീതിയിൽ അവിടുന്ന് ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് പുറത്താക്കിയത് എന്നുള്ളൊരു സീനാണ് പറയുന്നത്. പക്ഷെ സിബിൻ തന്നെ അവിടെ ജനങ്ങളോട് അവിടെ നിൽക്കുന്ന മീഡിയക്കാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? അപ്പോ സിബിന് തന്നെ പറയാൻ പറ്റുന്നില്ല മനഃപൂർവ്വം അടിച്ച് വെളിയിലാക്കിയതാണെന്നുള്ളൊരു സാധനം. അവിടെ പറഞ്ഞത് ബിഗ് ബോസിന്റെ ആ ഒരു ക്രൂ പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞു മെന്റലി പുള്ളി അത്ര ബ്രേക്ക് ആയിട്ടിരിക്കുകയാണ്, സോ പുള്ളി ഇനി ഈ ഗെയിമിന് ഫിറ്റ് അല്ല എന്ന് ആ ഒരു ടീം പറഞ്ഞിട്ടാണ് സിബിനെ പുറത്തേക്ക് ആക്കുന്നത്. ഇതാണ് സിബിന് കിട്ടിയിരിക്കുന്ന ഒരു അറിവ്, അല്ല വേറൊന്നും അല്ല. ആദ്യമേ ഇതിപ്പം ജാസ്മിനും എനിക്ക് അങ്ങനെ തന്നെ കേട്ടോ തോന്നുന്നത്. സിബിൻ പക്ഷെ നേരത്തെ പറയുന്നത് അങ്ങനെ ഫേവറിസം ഒന്നും പറ്റത്തില്ല, ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്നൊക്കെ. ജനങ്ങൾക്ക് മനസ്സിലായി. സിബിൻ ഇത്രയും ദിവസം ഇവിടുത്തെ പുറത്ത് ജനങ്ങൾ കണ്ട് കാണാത്തോണ്ടാണ് ഇപ്പം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇന്നൊക്കെ ആയിട്ട് സിബിന് കാര്യം മനസ്സിലായി കാണും, ഫേവറിസം കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നല്ല വൃത്തിക്ക് ഫേവറിസം അവിടെ നടന്നിട്ടുണ്ട് ജാസ്മിന്റെയും ഗബ്രിയുടെയും കാര്യത്തിൽ. അതിന്റെ ഒരു പകുതി പോലും ഈ സിബിന് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സിബിനെ ആദ്യമേ ഒന്ന് അത്രയ്ക്ക് മെന്റലി വീക്കായി ഒന്ന് കൗൺസിലിംഗ് കൊടുത്ത് തിരിച്ചു കയറ്റി വിട്ട് അവന് പറ്റുന്നില്ല, ഒന്നുകൂടെ അവനെ ഒന്ന് കൗൺസിൽ കൊടുത്ത് കയറ്റി വിടേണ്ടതായിരുന്നു. അത് ചെയ്യാതെ അവൻ മെന്റലി ഫിറ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് അവനെ പുറത്തേക്ക് അടിച്ചിറക്കി വിട്ടു. ഇത് എയർപോർട്ടിൽ വന്നപ്പം അവനൊരു കുഴപ്പമില്ല, അവൻ നല്ല വൃത്തിക്ക് ജനങ്ങളോട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മളപ്പോ എന്താ മനസ്സിലാക്കട്ടെ? എനിക്ക് മനസ്സിലായ കാര്യം ഇത്രേ ഉള്ളൂ, ഉഡായിപ്പ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഉഡായിപ്പ്, ജനങ്ങളുടെ സമയം കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉഡായിപ്പ് പരിപാടി. ബാക്കി കാണുക. ഗെയിം ചേട്ടൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ വാക്കൗട്ട് ചെയ്തതല്ല, അപ്പൊ ഒരു പ്രത്യേക ഒരു കണ്ടസ്റ്റന്റ് അവർ വിന്നർ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായമില്ല ബ്രോ. അങ്ങനെയൊന്നും പറ്റില്ല ബ്രോ, വെള്ളരിക്കപ്പെട്ടോ. സ്ക്രിപ്റ്റഡ് ആണ്, 100% സ്ക്രിപ്റ്റഡ് ഒന്നല്ല. സ്ക്രിപ്റ്റഡ് അല്ലെന്ന് ഞാൻ പറഞ്ഞു, 100% സ്ക്രിപ്റ്റഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് വരുമോ? 100% സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല എന്നുള്ള ഒരു സാധനം വരും. 2 പ്രാവശ്യം പറയുന്നുണ്ട് 100% സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല. കൂടുതലൊന്നും ചേട്ടന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും വായിന്ന് വീണു. 100% സ്ക്രിപ്റ്റഡ് അല്ല, എന്നാൽ ഒരു 80% സ്ക്രിപ്റ്റ് അതിനകത്തുണ്ട്, സ്ക്രിപ്റ്റഡ് ആണ് എന്ന് തന്നെയാണ് ആ പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശവും നമുക്ക് മനസ്സിലാവും. ഇത്രയും മൂല വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, മൂലമുള്ളവരൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും സ്ക്രിപ്റ്റഡ് ആണ് ഈ സാധനം. മൊത്തത്തിലൊന്നും അല്ലെങ്കിലും കുറച്ചൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്. ആ ഒരു സ്ക്രിപ്റ്റഡ് വേർഷൻ ആണ് ഇത്തവണത്തെ ജാസ്മിൻ ആൻഡ് ഗബ്രി. അവരുടെ പരിപാടി മാക്സിമം അവരെ ഇതിനകത്ത് നിർത്തി ജനങ്ങളിലേക്കുള്ള ഒരു നെഗറ്റീവ് സാധനം കൊടുക്കുക. അവരുടെ പ്രണയമാണോ, സിറ്റുവേഷൻഷിപ്പ് ആണോ, ഫ്രണ്ട്ഷിപ്പ് ആണോ, അല്ലെങ്കിൽ മറ്റേ പരിപാടിയാണോ എന്നുള്ള ഒരു സാധനം അത് വെച്ച് ജനങ്ങളെ അങ്ങ് മണ്ടന്മാരാക്കുക. അതാണ് നടക്കുന്നത്. സിബിന്റെ വായിന്ന് ചെറുതായിട്ട്, സിബിന്റെ ഒരു പരിധിക്കുള്ളിൽ പറയാൻ പറ്റത്തില്ല, നമുക്ക് മനസ്സിലാക്കാം. അവിടുന്ന് അങ്ങനെയാണ് വിടുന്നത്. സിബിനെ വെച്ച് കുറച്ച് ഓടിച്ചു, ഏതാണ്ട് ഒരാഴ്ച നമുക്ക് പുതിയ കുറെ സാധനങ്ങളൊക്കെ വരുന്നു, പുതിയ ഗെയിം ഇവിടെ കാണും എന്നൊക്കെ പറഞ്ഞ് അവനെ വെച്ച് കുറച്ച് ഓടിച്ചു. അത് കഴിഞ്ഞപ്പോ അവനെ വെളിയിലാക്കി. ഇനിയിപ്പോ അടുത്ത ആളാണ് പൂജ. പ്രതീക്ഷിക്കാതെ പൂജ പോയതാണ്. പൂജയുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം പൂജയ്ക്ക് വയ്യാതെ മാറിയതാണ്. സിബിന്റെ കാര്യത്തില് ഇറ്റ്സ് ടു ബാഡ്. കാണിക്കുന്ന ഒരു ഗെയിം, ഇതിന്റെയൊക്കെ പേരില് ആൾക്കാർ ഒരുപാട് ആളുകൾ ഈ ബിഗ് ബോസ് സീസൺ 6 എന്നൊക്കെ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിരിപ്പുണ്ട്. അവരെ മണ്ടന്മാരാക്കുന്നതിന് തുല്യമാണ് ഈ ഒരു പരിപാടി കാണിക്കുന്നത്. ഫേവറിസം അത് നല്ല വൃത്തിക്കുണ്ട്. സിബിൻ എത്രയൊക്കെയില്ലെന്ന് പറഞ്ഞാലും സിബിൻ പോയ സമയത്ത് പുറത്തിരുന്ന് ഗെയിം കണ്ട നമുക്ക് മനസ്സിലാവും, നല്ല വൃത്തിക്കുണ്ട് അവിടെ ഫേവറിസം. അതും ജാസ്മിൻ ആൻഡ് ഗബ്രി. അവരെനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ മാമന്റെ മക്കളോ കുഞ്ഞുമയുടെ മക്കളോ എന്താണ്ടോ ആണ് കേട്ടോ. ആ ഒരു ലെവലിലാണ് അവരോട് നിൽക്കുന്നത്. കൊള്ളാം. എന്തായാലും കാണാൻ ബാക്കി ദിവസങ്ങളിൽ ഇനി ലൈവ് ഒന്നും കണ്ട് സമയങ്ങളെ എനിക്ക് വൈകിനി. ഇപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടിയ ഇടയ്ക്ക് കണ്ടാലേ ഉള്ളൂ, എപ്പിസോഡ് വിടത്തില്ല. ജാസ്മിനെ ഗബ്രിയും വെച്ച് ഞാനങ്ങ് ആടും, നല്ല കനത്തിൽ കൊടുക്കണം. രണ്ടിന് ഇറങ്ങുമ്പോഴത്തേക്ക് തീരണം രണ്ടോ എന്നുള്ളൊരു മൂടായിരിക്കും. അങ്ങനെ നെഗറ്റീവ് ഇമേജ് കൊണ്ട് അവരങ്ങനെ ജയിക്കണ്ട എന്നുള്ളൊരു മൈൻഡായി പോയി. കാരണം കാണിക്കുന്നതും പറയുന്നതും. കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ ഓരോ പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അയ്യോ വേണ്ട, പറയുന്നില്ല അതിനെപ്പറ്റി. എന്തിനാ അതേ പുള്ളിയോട് ചോദിച്ചപ്പോ പറയുന്നുണ്ടല്ലോ സിബിൻ നന്നായിട്ട്. അവരുടെ എന്താണ് റിലേഷൻഷിപ്പ്, എന്താണ് ഫേക്കാണ്, ഉഡായിപ്പാണ്. ഇത് പുറത്തിരുന്ന് കാണുന്ന എനിക്കൊക്കെ നമുക്ക് ഇതിന്റെ അപ്പുറം തോന്നും ഇവരോട്. പിന്നെ ഇവരെങ്ങനെ അതിനകത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ജാസ്മിൻ പോട്ടെ, ജാസ്മിൻ പിന്നെ ഗെയിമിംഗ് ഉണ്ട് സൈഡിൽ കൂടെ. ഗബ്രിയോ ഗെയിം കളിച്ചാലും അതിനകത്ത് അവന്റെ ഉഡായിപ്പ്. ഇവരെയൊക്കെ ആര് വോട്ട് ചെയ്ത് അതിനകത്ത് നിർത്തുന്ന എനിക്കറിഞ്ഞൂടാ. അവനെ അത്രയ്ക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക, അല്ലെങ്കിൽ അവനെ അത്ര വെറുക്കുന്ന അത് മാത്രം കമന്റ് ഇട്ടാൽ മതി. അത്രയും വെറുപ്പുണ്ടെങ്കിൽ ജസ്റ്റ് വെറുക്കുന്നു എന്ന് പറഞ്ഞൊന്ന് കമന്റ് ഇടുക.
എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടും അതിനകത്ത് ഇപ്പോഴും നിന്നു പോകുന്നത്? വോട്ടിന്റെ പുറത്താണോ അതോ ബിഗ് ബോസിന്റെ ഉഡായിപ്പാണോ എന്ന് കറക്റ്റ് ആയിട്ട് ഇത്തവണത്തെ ഈ ഒരു കമന്റ്, ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് മനസ്സിലാക്കണം.